ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല. ഇപ്പോൾ വേൾഡ് കപ്പ് നടക്കുകയാണല്ലോ. അപ്പോൾ എൻ്റെ കുറിച്ച് ഒരു ഒപ്പീനിയൻ പറയാമെന്ന് വിചാരിച്ചു. ഓക്കെ. ആൻഡ് ഞാൻ ഒരു കട്ട മെസ്സി ഫാനാണ്. കട്ട മെസ്സി ഫാനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അർജൻറ്റീന ഫാനാണ്. അപ്പോൾ എനിക്ക് ഇപ്രാവശ്യത്തെ വേൾഡ് കപ്പ് പോർച്ചുഗൽ അടിക്കണമെന്ന് ആഗ്രഹം. വേറെ ഒന്നുമല്ല, റൊണാൾഡോ, മെസ്സി, നെയ്മർ ഇവരൊക്കെ ഈ ഒരു വേൾഡ് കപ്പും കൂടി ഉള്ളൂ. അടുത്ത വേൾഡ് കപ്പ് ഇവരില്ല. അപ്പോൾ മെസ്സിയൊക്കെ ഏതാണ്ട് കൺഫേം ആണ്. ക്രിസ്ത്യാനോക്ക് ഏതാണ്ട് കൺഫേം ആണ്. ഈ ഒരു വേൾഡ് കപ്പും കൂടി ഉള്ളൂ. അടുത്ത വേൾഡ് കപ്പ് ഉണ്ടാവില്ല എന്ന്. അപ്പോൾ എൻ്റെ ആഗ്രഹം പോർച്ചുഗൽ കപ്പടിക്കണം എന്നാണ്. മെസ്സി ആണെങ്കിലും റൊണാൾഡോ ആണെങ്കിലും സത്യം പറഞ്ഞാൽ ഫുട്ബോളിൽ ഇനി അവർക്കൊന്നും നേടാനില്ല. A to Z കാര്യങ്ങൾ അവർ നേടിക്കഴിഞ്ഞു. ഇനി അവർക്ക് നേടാനുള്ളത് വേൾഡ് കപ്പ് മാത്രമല്ല, അവർക്കല്ല, മെസ്സി എല്ലാം നേടിക്കഴിഞ്ഞു. ഓൾ ഇൻ വൺ എല്ലാം മെസ്സി നേടിക്കഴിഞ്ഞു. ജനങ്ങളുടെ മനസ്സിലൊരു ഗോട്ടായിട്ട് ഇപ്പോഴും മെസ്സി ഉണ്ട്. അതുവരെ മെസ്സി നേടിക്കഴിഞ്ഞു എല്ലാവരുടെ മനസ്സിലും. ഒരു ഹെയ്റ്റേഴ്സിന് പോലും അദ്ദേഹത്തിന് ഫാനാക്കി മാറ്റാൻ ചില സന്ദർഭങ്ങൾ മെസ്സി ഉപയോഗിക്കില്ല. അതായത് ഫുട്ബോളിൽ തന്നെ ഹെയ്റ്റേഴ്സ് വരെ ചിലപ്പോൾ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു മെസ്സിൻ്റെ കളിയൊക്കെ കാണുമ്പോൾ. മെസ്സി അങ്ങനത്തെ ഒരാളാണ്. അതുകൊണ്ട് തന്നെ മെസ്സി ഓൾ ഇൻ വൺ എല്ലാം തികച്ച ഒരാളാണ്. ഇപ്പം എനിക്ക് വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഇവർ ക്രിസ്ത്യാനോ ആണെങ്കിലും മെസ്സി ആണെങ്കിലും ഈ ഒരു വേൾഡ് കപ്പ് ഉള്ളൂ. ഈ ഒരു വേൾഡ് കപ്പ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇനി അടുത്ത പ്രാവശ്യം ഫാൻ ഫൈറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ ചിലപ്പോൾ പോർച്ചുഗലിനെ സപ്പോർട്ട് ചെയ്യാൻ പോലും ആരും ഉണ്ടാവില്ല. കാരണം റൊണാൾഡോ ഉണ്ടായത് കൊണ്ട് മാത്രമാണ് പോർച്ചുഗലിൽ കുറച്ച് ആൾക്കാർ നിൽക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം. പോർച്ചുഗൽ എന്ന രാജ്യം പോലും നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന റൊണാൾഡോ കാരണമായിരിക്കും. ആ ഫ്ലാഗ് കാണിച്ചാൽ മതി, നമുക്ക് റൊണാൾഡോനെ പെട്ടെന്ന് ഓർമ്മ വരും. അധികം ആൾക്കാരും ചെറിയ കുട്ടികൾ എന്ന് പറയുമ്പോൾ അധികം റൊണാൾഡോ ഫാൻസാണ്. അപ്പോൾ അവർക്കെന്ന് വെച്ചാൽ പെട്ടെന്ന് ഇമാജിൻ ചെയ്യുക റൊണാൾഡോ ആ ഒരു ഫ്ലാഗ്, പോർച്ചുഗലിൻ്റെ ഒരു ഫ്ലാഗാണ്. അത് കണ്ട ഉടനെ തന്നെ റൊണാൾഡോ എന്ന് പറയും ആൾക്കാർ. അപ്പം ഞാൻ പറഞ്ഞു തന്നത്, എനിക്ക് ഈ പ്രാവശ്യത്തെ വേൾഡ് കപ്പ് പോർച്ചുഗൽ അടിച്ച് കാണണമെന്നാണ് എൻ്റെ ആഗ്രഹം. യെസ്, അടിക്കുകയായിരിക്കും. കാരണം എന്താ വെച്ചാൽ റൊണാൾഡോ എല്ലാം തികഞ്ഞു. ഇനി അദ്ദേഹത്തിന് വേണ്ടി, ഇനി അയാൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ വേൾഡ് കപ്പ് മാത്രമാണ്. ലോകത്തുള്ള ഫുട്ബോളിൽ വേണ്ടി എല്ലാ കാര്യങ്ങളും അദ്ദേഹം നേടിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ്, ഏറ്റവും കൂടുതൽ ഫാൻസ് ആരെന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ആ മെസ്സിനെക്കാട്ടി എനിക്കറിയാം മെസ്സി അല്ല. ഏറ്റവും കൂടുതൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ഫുട്ബോൾ ഫാൻസ് ഉള്ളത് ക്രിസ്ത്യാനോക്കാണ്. ഡെഫിനറ്റ്ലി ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് നോക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാം നോക്കിയാൽ മതി, നമുക്ക് ക്രിസ്ത്യാനോനാണ് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത്. മെസ്സി റൊണാൾഡോ വെച്ച് കമ്പയർ ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് ക്രിസ്ത്യാനോക്കാണ്. ഈ ഒരു വേൾഡ് കപ്പ് ക്രിസ്ത്യാനോ അടിക്കണം, അതാണ് എൻ്റെ ആഗ്രഹം. ഐ എം എ മെസ്സി ഫാൻ, കട്ട മെസ്സി ഫാനാണ്, കട്ട അർജൻറ്റീന ഫാനാണ്. അപ്പോൾ ക്രിസ്ത്യാനോ അടിക്കണം. എനിക്ക് ക്രിസ്ത്യാനോ അടിക്കണം എന്ന് ആഗ്രഹം. കാരണം സന്തോഷത്തോടു കൂടെ പടിയിറങ്ങണമെന്നാണ് ഇവർ രണ്ടുപേരും എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത് അതാണ്. അടിക്കുകയായിരിക്കും. അതിൽ പോർച്ചുഗൽ ഫസ്റ്റ് കളിയിൽ ഡ്രോ പിടിച്ചതിൽ, അതായത് പോർച്ചുഗലിൻ്റെ ഫസ്റ്റ് കളിയിൽ ഡ്രോ പിടിച്ചു. കുറ്റം മൊത്തം ക്രിസ്ത്യാനോക്ക്. അതെന്തെനിക്ക് മനസ്സിലാവുന്നില്ല. കുറ്റം മൊത്തം ക്രിസ്ത്യാനോക്ക്. ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്ത്, ഇത് ഫുട്ബോൾ എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ പോർച്ചുഗൽ എന്ന് വെച്ചാൽ ഒരാൾ മാത്രമല്ലല്ലോ കളിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം. ആ ടീം അംഗങ്ങളിൽ പോലും റൊണാൾഡോക്ക് എതിരായിട്ട് നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്. സെൽഫിഷ് ആയിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അവർ കപ്പടിക്കുമെന്ന്. അപ്പോൾ ഫസ്റ്റ് സമനില പിടിച്ചു. അതിൽ തന്നെ റൊണാൾഡോ ഭയങ്കര ഒരു തളർന്നു പോയ ആ ഒരു രീതിയിലായിപ്പോയി. ഇനി ഫസ്റ്റ് കളി നമുക്ക് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതിൽ രണ്ടാം കളിയിൽ കംബാക്ക് 5-0 പൊട്ടിച്ച് ഉസ്ബെക്കിസ്ഥാനെ. ബട്ട് അതൊരു ചെറിയ ടീമാണ്. 5-0 എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഏത് ടീമിനും ഇടാൻ പറ്റും. അതൊരു ചിലപ്പോൾ എനിക്ക് തോന്നണമായിരിക്കും, മേ ബി. എന്നാലും 5-0 അവർ പൊട്ടിച്ച് അവർ ഇനി അടുത്ത കൊളംബിയനോടാ, അതെന്താവുമെന്നൊന്നും അറിയില്ല. എന്നാലും ആ ഒരു 5-0 ആ ഒരു കളി എന്തായാലും ഒരു ഒത്തൊരുമയോടുകൂടെ കളിച്ച് എന്തായാലും കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഫസ്റ്റ് കളി മാറിയല്ല, സെക്കൻഡ് ടൈം അത്യാവശ്യം നല്ലവർ കളിച്ചിട്ടുണ്ട്. നല്ലൊരു ടീം വർക്കായിട്ട് തന്നെ കളിച്ചിട്ടുണ്ട്. പിന്നെ റൊണാൾഡോ 2 ഗോൾ അടിച്ചിട്ടുണ്ട്. ജയിക്കുമായിരിക്കും. ഫൈനലെത്തിയാൽ കാണാം, അത്രയേ ഉള്ളൂ. യെസ്. ആൻഡ് ഒന്നുമില്ല, നിങ്ങളുടെ ഫേവറേറ്റ് ടീം എന്താ വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ആര് കപ്പടിക്കണമെന്നാണ് നിങ്ങൾക്ക് ആഗ്രഹം വെച്ചാൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ആൻഡ് ബൈ.